ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചി നല്ല വിഷമത്തിലാണ്. അതുപോലെ തന്നെ രേവതിയെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ വിധിയാണ്, എനിക്ക് എന്തായാലും ദൈവം കുറച്ച് സന്തോഷം തന്നെങ്കിലും പിന്നെ വീണ്ടും എന്നെ ശിക്ഷിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും സച്ചിക്ക് ചന്ദ്രികയെയും അതുപോലെ നമ്മുടെ ശ്രുതിയെയൊക്കെ നല്ല സംശയമുണ്ട്. ആ കട എടുത്തുകൊണ്ട് പോയത് ഇവർ പറഞ്ഞിട്ടാണെന്നുള്ള കാര്യത്തിലൊക്കെ. അങ്ങനെ നമ്മുടെ രേവതി ഒരുപാട് സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് സച്ചി. അതിനുശേഷം അവൻ വീണ്ടും ആ കാറ്, അതായത് ആ കാർ ഇടുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അങ്ങനെ അവിടെ എത്തിയിട്ട് അവിടെ എല്ലാവരോടും കൂട്ടുകാരന്മാരോടൊക്കെ പറയുന്നുണ്ട് ഈ ഒരു കാര്യം. അവൾ നല്ല വിഷമത്തിലാണ്, എങ്കിൽ അവൾ ആരാണ് അവതൊക്കെ ചെയ്തത് എന്നിങ്ങനെ പറയുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, നിനക്കപ്പോൾ ആ കോർപ്പറേഷനിൽ പോയിട്ട് എന്തെങ്കിലും ചെയ്ത് അതിങ്ങോട്ട് തിരികെ വാങ്ങിക്കായിരുന്നില്ലേ എന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് അവർ തിരികെ കട തരും, പക്ഷേ അതിനുള്ള ഫൈൻ അടയ്ക്കാൻ വേണം. പിന്നെ തന്നെയല്ല, അവിടെ ഇനി കടമേലാൽ അവിടെ ഇടാനും പാടില്ല എന്നവർ പറയുകയും ചെയ്തിരുന്നു. ഞാൻ അതൊക്കെ അന്വേഷിച്ചതാണ് എന്ന് നമ്മുടെ സച്ചി പറയുന്നുണ്ട്. എന്തായാലും സച്ചി എല്ലാ രീതിയിലും ശ്രമിക്കുകയാണ്. അങ്ങനെ സച്ചി പറയുന്നുണ്ട്, അതെല്ലാം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു മൊബൈൽ ഫ്ലവർ ഷോപ്പ് അങ്ങനെ ഒരു പരിപാടി ഇട്ടാലോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതായത് നമ്മുടെ രേവതിക്ക് ഒരു വണ്ടി വാങ്ങിയിട്ട് അതിൻ്റെ പുറകിൽ ഒരു പെട്ടി വെച്ച് ഇങ്ങനെ കൊടുത്തിട്ട് അതിൽ അവൾക്ക് വേണ്ട പൂക്കളൊക്കെ കൊണ്ടുപോയി എവിടെ വേണമെങ്കിലും അവൾക്ക് സെയിൽ ചെയ്യാലോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ കൂട്ടുകാരന്മാർ പറയുന്നുണ്ട്, അത് നല്ലൊരു ഐഡിയ ആണ് സച്ചി എന്ന് പറയാണ്. അപ്പോൾ പക്ഷേ വണ്ടി എടുക്കണമെങ്കിൽ അവൾക്കൊരു പുതിയൊരു വണ്ടി എടുക്കണ്ടേ, അത് എടുക്കണമെങ്കിൽ എൻ്റെ അത്ര അധികം പൈസ ഇല്ലടാ, കുറച്ചെങ്കിലും കൊടുക്കണ്ടേ, ബാക്കി നമുക്ക് EMI ആയിട്ട് ഇടുകയും ചെയ്യാം എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇവരെയൊക്കെ കൂട്ടുകാരന്മാരൊക്കെ ഒരു പ്രാവശ്യം നമ്മുടെ സച്ചി സഹായിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് പറയാണ്, എന്തായാലും സച്ചി ഞങ്ങൾക്ക് കിട്ടണതിൽ കുറച്ച് പൈസ നിനക്ക് ഞങ്ങൾ തരുന്നുണ്ടല്ലോ, അടവിനെ പോലെ ഞങ്ങൾ അത്രയും നീ സഹായിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഉച്ചേരിന് തരാമെന്ന് വിചാരിച്ചതാണ്, ഇന്നത്തെ ഓട്ടം കഴിഞ്ഞതിന് ശേഷം തരാമെന്ന് വിചാരിച്ചാണ്. ഞങ്ങളുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട് എന്നും പറഞ്ഞ് എല്ലാ കൂട്ടുകാരന്മാരും അവരുടെ കയ്യിലുള്ള പൈസ ഒക്കെ നമ്മുടെ സച്ചിക്ക് കൊടുക്കുകയാണ്. ഇന്ന് ഇത് കൊണ്ടുപോയിട്ട് നീ എന്തെങ്കിലും ചെയ്യുമെന്ന് പറയുമ്പോൾ അപ്പോൾ അവൻ്റെ കയ്യിലും കുറച്ച് പൈസ ഉണ്ട് എന്നും പറഞ്ഞിട്ട് അങ്ങനെ എല്ലാം ഒത്തു നോക്കിയിട്ട് അവൻ വേഗം തന്നെ ഒരു 2 വീലറിൽ വാങ്ങിക്കാൻ വേണ്ടി അവിടേക്ക് പോവുകയാണ്. അങ്ങനെ അവിടുത്തെ ഷോപ്പിൽ ചെന്നിട്ട് കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഏത് കളറാണ് മേഡത്തിന് ആവശ്യമെന്ന് ചോദിക്കുന്നത്, ഏത് കളറാണ് മേഡത്തിന് ഇഷ്ടമെന്ന് ചോദിക്കുമ്പോൾ സച്ചി അവിടെ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ രേവതിയെ വിളിക്കുകയാണ്. അപ്പോൾ രേവതി അടുക്കളയിലാണ്. എന്താ ചോറുണ്ടാൻ നേരമായോ എന്ന്, ഭക്ഷണമായോ എന്നാണ്, ആയിട്ടുണ്ട് വേഗം വന്നു എന്നിങ്ങനെ രേവതി പറയാണ്. അപ്പോൾ അതല്ലടി, നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ ഏതായെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് എനിക്കെല്ലാതും ഇഷ്ടമാണല്ലോ, അപ്പോൾ ഏതെങ്കിലും ഒരു കളർ പറയുമെന്ന് പറയുമ്പോൾ എന്തിനാ സാരി വാങ്ങിക്കാനാണോ എന്ന് ചോദിക്കുന്നത്. എനിക്ക് ഇഷ്ടം പോലെ സാരി ഉണ്ട്, സാരി ഒന്നും വേണ്ട കേട്ടോ, അപ്പോൾ എൻ്റെ വിഷമം മാറ്റാൻ വേണ്ടി സാരി വാങ്ങിക്കൊണ്ട് വരാമെന്ന് വിചാരിച്ചിരിക്കുകയാണല്ലേ എന്നിങ്ങനെ പറയുന്ന സമയത്ത്, അത് ശരി വിഷമം മാറാം, അപ്പോൾ സാരി വാങ്ങി തന്നാൽ മതിയോ എന്ന് സച്ചി ഇങ്ങനെ ചോദിക്കുകയാണ്. ഒന്നും കുഴപ്പമില്ല, എനിക്കൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ നീ പറയും നിനക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഒരു ഗ്രേ കളർ പോലെയാണ് കേട്ടോ നമ്മുടെ രേവതി പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ അതേ കളറിൽ തന്നെ, അവൾക്ക് ഇഷ്ടപ്പെട്ട കളറിൽ തന്നെ 2 വീലർ വാങ്ങിക്കുന്നുണ്ട്. അതിൻ്റെ പുറകിലായിട്ട് ഒരു പെട്ടിയൊക്കെ സെറ്റ് ചെയ്തിട്ടൊക്കെയാണ് വാങ്ങിക്കുന്നത്. അങ്ങനെ അവൻ ആ വണ്ടി പുറത്ത്, ഗേറ്റിൻ്റെ പുറത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുകയാണ്. എന്നിട്ട് ആ സമയത്ത് എല്ലാവരോടും, വീട്ടിലുള്ള എല്ലാവരെയും ഫോൺ വിളിച്ച് താഴോട്ട് വരാൻ പറയുകയാണ്. അതായത് രവീന്ദ്രനെ വിളിച്ചിട്ട് അമ്മയെയും കൂട്ടിയിട്ട് താഴോട്ട് വരാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ശ്രുതിയെ വിളിച്ച് ശ്രുതിയെയും കൂട്ടിയും, അതുപോലെ നമ്മുടെ വർഷയുടെ ഭർത്താവ് അതായത് ശ്രീകാന്തിനെ വിളിച്ച് വർഷയോടും പിന്നെ നമ്മുടെ രേവതിയെയും വിളിച്ച് ഫോണിൽ വിളിച്ചിട്ട് ഞാൻ താഴെയുണ്ട്, നിങ്ങളെല്ലാവരും താഴോട്ട് വായോ എന്നിങ്ങനെ പറയുമ്പോൾ എല്ലാവരും എന്താണ് ആ കാര്യമെന്ന്. അപ്പോൾ വർഷയോട് നമ്മുടെ രേവതിയോട് ചോദിക്കുന്നുണ്ട്, നിന്റെ ഭർത്താവിന് എന്താണ്, ഇതിൻ്റെ ഭർത്താവ് എന്തിനാ താഴോട്ട് വിളിച്ച് വരുത്തുന്നത് ചോദിക്കുമ്പോൾ അറിയില്ല, എന്നോടും ചെല്ലാൻ പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേഗം വായോ എന്നും പറഞ്ഞിട്ട് എല്ലാവരും അങ്ങനെ പോകുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ നമ്മുടെ സച്ചി ആണെങ്കിൽ ഒരു പോസിൽ അങ്ങനെ ഗേറ്റിൽ അങ്ങനെ ചാരി നിൽക്കുകയാണ്. അപ്പം ചന്ദ്ര പറയുന്നുണ്ട്, അവൻ്റെ ഈ പോസിലുള്ള നിപ്പ് കാണാനാണ് നമ്മളോട് വരാൻ പറഞ്ഞത് എന്നിങ്ങനെ പറയുമ്പോൾ, തിരക്ക് പിടിക്കല്ലേ, ഞാനൊരു കാര്യം പറയട്ടെ എന്നിങ്ങനെ പറഞ്ഞിട്ട് ആ ഗേറ്റൊക്കെ അങ്ങനെ തുറന്നു കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് തുറന്ന് അപ്പോൾ എല്ലാവരും ഇതെന്താ ഇത് ആർക്കാ വണ്ടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ രേവതിക്കാണ് ഈ വണ്ടി. ഈ ബാക്കിലൊരു പെട്ടി കെട്ടും, അതിൽ പൂക്കൾ വെച്ചിട്ട് രേവതിക്ക് മൊബൈൽ ഫ്ലവർ ഷോപ്പ് എന്ന രീതിയിൽ ബിസിനസ് നടത്താൻ വേണ്ടിയിട്ടാണ്. എന്തായാലും ഇവിടെ നടത്താൻ പറ്റില്ല എന്നല്ലേ ഉള്ളൂ, ഇതിങ്ങനെ വണ്ടിയിലാക്കിയിട്ട് അവൾക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോയിട്ട് ബിസിനസ് നടത്തുകയും ചെയ്യാം, അതിന് വേണ്ടിയിട്ടാണ് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ സച്ചി ആ ഒരു കാര്യം ചെയ്തതിൽ നമ്മുടെ ശ്രീകാന്ത് ആയാലും വർഷിയായാലും രവീന്ദ്രനായാലും എല്ലാവരും അഭിനന്ദിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും സന്തോഷമാവുകയാണ്. എന്തായാലും രേവതിയോട് ആ സമയത്ത് സച്ചി ചോദിക്കുന്നുണ്ട്, അല്ല വണ്ടിയൊക്കെ വാങ്ങി നിനക്ക് വണ്ടി ഓടിക്കാൻ അറിയോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെന്താ എന്നും പറഞ്ഞിട്ട് ഒന്നും കിടക്ക് ബാക്കിലോട്ട് കയറിയ ഞാൻ ഇപ്പം ഓടിച്ച് കാണിച്ചു തരാമെന്നും പറഞ്ഞ് നമ്മുടെ സച്ചിയെ ബാക്കിലിരുത്തിയിട്ട്
രേവതിയാണെങ്കിൽ ഒരു ട്രിപ്പ് അങ്ങനെ ഒരു കുറച്ച് ദൂരം അങ്ങനെ പോകുന്നുണ്ട്. എല്ലാവരും അത് കണ്ട് സന്തോഷിക്കുന്നുണ്ട്. നമ്മുടെ ചന്ദ്രയും സുധിയും ശ്രുതിയും ഒഴികെ ബാക്കി എല്ലാവരും സന്തോഷത്തിലാണ്. അവർക്ക് നല്ല കുശുമ്പ് കയറി അങ്ങനെ മുഖം വീർപ്പിച്ച് നിൽക്കുന്ന ഭാഗമൊക്കെയാണ് എന്തായാലും നാളെ കാണിക്കാൻ പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ബൈ.